ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളെല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകളാണല്ലേ. പക്ഷെ എന്നാൽ ലോൺ പാസ്സായതിനു ശേഷം ഈ ലോണിൻ്റെ ഡോക്യുമെന്റ് എഗ്രിമെന്റ് ഒപ്പിടുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ ടേംസും കണ്ടീഷൻസും ആ മുഴുവൻ ഡോക്യുമെന്റും നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ? ഇനി നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് അത്ര എളുപ്പമായിരിക്കില്ല അല്ലേ, കാരണം ഒരുപാട് പേജ് ഉള്ളതായിരിക്കും. അത് മാത്രമല്ല, ഈ പല ടേംസും ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. അതായത് അപ്പം അങ്ങനെ മനസ്സിലാവാതെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അതിനാണ് ഒരു KFS എന്ന് പറയുന്ന ഒരു കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്. അത് നിങ്ങൾ നിർബന്ധമായും ബാങ്കിനോട് എന്തെങ്കിലും ചോദിച്ചു മേടിക്കണം. അപ്പോൾ ഇത് എന്താണെന്നും പിന്നെ നിങ്ങൾക്ക് ഈ KFS എന്ന് പറയുന്ന ഡോക്യുമെന്റ് എന്തിന് അത് മേടിക്കണം എന്നുള്ളതും അതെന്താണ് അതിൻ്റെ ആവശ്യം നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് സമയങ്ങളായിട്ട് നമുക്ക് അതിനെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഇനി എന്താണ് ഈ KFS നമുക്ക് നോക്കാം. അതായത് ലോൺ ഡോക്യുമെന്റിലെ വളരെ സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ടേംസും പല ആളുകളെയും ഒരുപക്ഷെ ഒരു ആശയക്കുഴപ്പത്തിൽ, അതായത് നമുക്ക് മനസ്സിലാവില്ല കൃത്യമായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പക്ഷെ മനസ്സിലാകാതിരുന്നാൽ എന്താ പ്രശ്നം? വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് മാനേജർ ലോണിലെ എല്ലാ കണ്ടീഷൻസും ടേംസും ഒരുപക്ഷെ പറഞ്ഞു തരണമെന്നില്ല. സപ്പോസ് അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ മെമ്മറിയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇതിനെ പരിഹരിക്കാനായിട്ട് പല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്താണ് അതിൻ്റെ ഒരു സംഗ്രഹിച്ചൊരു രൂപമാണ് KFS എന്ന് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതായത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് വളരെ എന്താ പറയുക, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ലോണിൻ്റെ ഡോക്യുമെന്റിന് പകരം എല്ലാ കാര്യങ്ങളും ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും സുതാര്യമായിട്ടും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ KFS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ലോണിൻ്റെ, അതായത് നമ്മളെടുക്കുന്ന ലോണിൻ്റെ ഒരു പിക്ചർ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണമെങ്കിൽ ഈ KFS എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഇനി നമ്മൾ എന്തൊക്കെ വിവരങ്ങളാണ് KFSൽ അടങ്ങിയിരിക്കുന്നത്, അതായത് KFSൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാകുന്നു? ഒന്നാമതായിട്ട് നമുക്ക് എത്ര ലോണാണ് അവർ അനുവദിച്ചിരിക്കുന്നത്, ബാങ്ക് നമുക്ക് എത്ര ലോൺ തന്നു, അപ്പോൾ ഇത് കൃത്യമായിട്ട് KFSൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എത്ര ലോണാണ് നമുക്ക് കിട്ടിയെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, പലിശ നമുക്ക് എത്രയാണ് എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്, KFSൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആണോ ഫ്ലോട്ടിംഗ് റേറ്റ് ആണോ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് KFS നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതിന് എത്ര ശതമാനം ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ശതമാനം ഉണ്ട്, അതും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതും KFSൽ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ ലോണിൻ്റെ കാലാവധി, അതായത് ഡ്യൂറേഷൻ എത്രയുണ്ട്, അതിൻ്റെ EMIയുടെ ഷെഡ്യൂൾ അല്ലേ, ഓരോ മാസം എത്ര EMI പോകുന്നു. ഇപ്പോൾ EMI ഷെഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു EMI നമ്മുടെ ബാങ്കിൽ നിന്ന് പോകുന്ന സമയത്ത് ഇൻട്രസ്റ്റിലേക്ക് എത്ര പോയി, നമ്മുടെ പ്രിൻസിപ്പളിലേക്ക് എത്ര പോയി, ഇതാണ് EMI ഷെഡ്യൂൾ. അപ്പോൾ ഇതും ഈ പറഞ്ഞ KFS എന്ന ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ അടുത്ത് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോസസ്സിങ് ചാർജ് അല്ല. അത് മാത്രമല്ല, ഈ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകൾ എന്തൊക്കെ ചാർജുകൾ മേടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ സാധാരണ ചോദിക്കാറില്ല, കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടാവും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രീ പേയ്മെന്റ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ മാസം കൃത്യമായിട്ട് നമ്മൾ EMI അടച്ചു പോവുകയാണ്, നമുക്ക് ഇനി EMIയുടെ കൂടെ അഡീഷണൽ ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഒരു 20 കൊല്ലത്തെ ഒരു ലോൺ നമ്മൾക്ക് 10 കൊല്ലം കൊണ്ട് അടച്ച് തീർക്കണം, അങ്ങനെയാണെങ്കിൽ ഫോർക്ലോഷർ നേരത്തെ തിരിച്ചടച്ചാൽ അതിനെന്തെങ്കിലും പീനൽ ഇൻട്രസ്റ്റുകളോ ചാർജുകളോ എന്തെങ്കിലും വരുമോ. ഇനി ഇതൊക്കെ ഈ KFSൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ടുള്ള പേയ്മെന്റുകൾ. പലപ്പോഴും ചിലപ്പോൾ EMI മിസ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് പേയ്മെന്റുകൾ, അപ്പോൾ അതായത് ഫെബ്രുവരി മാസത്തെ പേയ്മെന്റ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മാർച്ചിലായിരിക്കും നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചാർജുകൾ അവർ ഈടാക്കുന്നത്, അതിന് എത്രമാത്രം പീനൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, അതിനെന്തെങ്കിലും ബൗൺസിങ് ചാർജ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് KFS എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് അതൊരു ഗോൾഡ് ലോണിന്റെ KFS, അതായത് ഈ ഡോക്യുമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഈ KFS ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തത് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന നിങ്ങൾക്ക് KFSന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. KFSന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ഇതിന് വാർഷിക ശതമാന നിരക്ക്, പലിശയുടെ ശതമാന നിരക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് കൂടാതെ ഈ പലിശയ്ക്ക് പുറമെ ഈ ലോണിൽ എന്തൊക്കെ ചാർജുകളുണ്ട്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നിയമപരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ബാങ്ക് പറഞ്ഞൊരു കാര്യമല്ല അവർ എടുക്കുന്ന ചാർജ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ലോൺ എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ KFS ഡോക്യുമെന്റ് ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സൂക്ഷിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നിബന്ധനകളും
ഈ പറഞ്ഞ KFS ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് KFS ഡോക്യുമെന്റ് നിങ്ങൾ എല്ലാവരും ലോൺ എടുക്കുമ്പോൾ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലുള്ള തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ ഇവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ ലോൺ എടുക്കുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ലോണിൻ്റെ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടുന്നതിന് മുൻപ് ഏറ്റവും ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ KFS ഡോക്യുമെന്റ് വായിച്ച് പരിശോധിച്ച് നോക്കുക. അതിൽ ഹിഡൻ ചാർജസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതിൽ EMI ഷെഡ്യൂളുകൾ അതെന്തൊക്കെയാണ്, അതായത് EMI കൃത്യമായിട്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും സെപ്പറേറ്റ് മാറിപ്പോകുന്ന രീതികൾ, തിരിച്ചടവിന് എന്തൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് എന്തെങ്കിലും സംശയങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ KFS ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഈ നിങ്ങൾക്ക് ചില ടേംസോ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ലോൺ എടുക്കുമ്പോൾ നമുക്ക് തുടക്കം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് മാത്രമല്ല, മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലധികം ബാങ്കുകളെ സമീപിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ KFS വെച്ചിട്ട് നിങ്ങൾ മികച്ച ഓപ്ഷൻസ് ഏതാണെന്ന് താരതമ്യം ചെയ്യുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം കൂടി എന്തുണ്ട്? ഈ KFS നിങ്ങൾ കൃത്യമായിട്ട് മേടിക്കുകയും പരിശോധിക്കുകയും ചെയ്താൽ നിങ്ങൾക്കുണ്ട്. KFS ഡോക്യുമെന്റ് നിങ്ങൾ ബാങ്കിൽ നിന്നും കളക്ട് ചെയ്തതിൻ്റെ ഉപകാരം അല്ലെങ്കിൽ പ്രയോജനം എന്താണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ KFS ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പകുതി ഒരു ആശ്വാസമാണ്. കാരണം ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് KFS ഡോക്യുമെന്റിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ലോൺ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി KFS ഡോക്യുമെന്റ് മേടിച്ച് കയ്യിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലോൺ, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ചാർജ് കുറയൊക്കെയുള്ള ലോൺ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ ലോൺ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്ക് ഇത് തീർച്ചയായും ഷെയർ ചെയ്യണം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.